ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയും ഒരു നേന്ത്രപ്പഴവും 1/2 കപ്പ് പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് ആണ് എടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജാറടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ പഴവും പാലും മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ടൈറ്റായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും പൊടികളെല്ലാം മിക്സായി വന്നതിന് ശേഷം പിന്നെ ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണും കൂടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അത് ഇത്രയും തിക്കായിട്ടാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. അതായത് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഉണ്ടാം പൊരിയുടെ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആ ഒരു ഉണ്ടയുടെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റായിട്ടാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കാരണം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഏകദേശം 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബാറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് വേണം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് പൊരിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഉണ്ടയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കാണാൻ കുറച്ചും കൂടെ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ എല്ലാം ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേ ഉള്ളൂ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും, അകത്ത് വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ഇതുപോലെ പൊരിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതിവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു കളറായി വന്നാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. ഇതിൻ്റെ ഉൾഭാഗം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.